ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂസ് ഓൺ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നാളെ നമുക്ക് ക്രിസ്മസ് എക്സാം ആണ് അല്ലേ, ഫിസിക്സിൻ്റെ. അപ്പോൾ നാളേക്ക് വരാൻ ചാൻസ് ഉള്ള ഡെഫിനിഷൻ ചോദിക്കുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അറിയാം, സമയം വളരെ വിലപ്പെട്ടാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഒട്ടും വൈകണിൽ നേരെ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ, ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓഫ് ഡെഫിനിഷൻ എന്ന് പറയാനൊരു കാരണമുണ്ട്. സംഭവം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണ് ഇപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണെന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എന്നുണ്ടെങ്കിൽ അത് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ 1 or 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മൊത്തം കിട്ടത്തില്ല. 1 മാർക്കിൻ്റെ ആണെങ്കിൽ നമ്മളത് മാത്രം എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് മാർക്കും ബാക്കി ഡെഫിനിഷൻ എഴുതിയാലാണ് ബാക്കി ഹാഫ് മാർക്കും കൂടി ചെയ്യാറ്. ചില ടീച്ചേഴ്സ് ഇങ്ങനെയാണ് മാർക്ക് ഇടാറ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ഏതാണോ ആൻസർ അതിൻ്റെ ഒപ്പം നിങ്ങൾ എന്തും കൂടി ആഡ് ചെയ്യുക, ഡെഫിനിഷൻ കൂടി പഠിക്കുക. ഡെഫിനിഷൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലുപ്പത്തിൽ നിങ്ങൾ പഠിച്ചിട്ട് പോകണമെന്നല്ല. കാരണം നമുക്കിപ്പോൾ 1/2 മാർക്കിനാണ് ഡെഫിനിഷൻ എന്നുണ്ടെങ്കിൽ ആ 1/2 മാർക്കിന് എഴുതാൻ പറ്റുന്ന പോലെയും 1 മാർക്കിന് എഴുതാൻ പറ്റുന്ന പോലെയും പിന്നെ നിങ്ങൾക്ക് അരയും ഒന്നും അല്ലാണ്ട് നിങ്ങൾക്ക് ഡെഫിനിഷൻ മാത്രമായി ചോദിക്കാറും ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ അനുസരിച്ച് നമുക്ക് അങ്ങനെ വേണം പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ചാപ്റ്റർ 3 നമുക്ക് മെയിൻ ആയിട്ട് വരാൻ പോകുന്നത് ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ്, അതേപോലെ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ, പ്രസ്ബയോപ്പിയ. ഈ 3 ടോപ്പിക്കുകളാണ് നമുക്ക് ഫസ്റ്റത്തെ 3ാമത്തെ ചാപ്റ്ററിൽ നമ്മളോട് ചോദിക്കാനായിട്ടുള്ള ചാൻസ്. ഓക്കെ അല്ലേ? നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൽ ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷ്വലിൽ ഇത്രയും വരുള്ളൂ. ഇനി നമുക്ക് 4ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. 4ാമത്തെ ചാപ്റ്ററിൽ ഇതാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പോൾ ഇതിൽ മെയിനായി ചോദിക്കുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, മോട്ടോർ പ്രിൻസിപ്പൽ നമ്മളോട് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി ചാപ്റ്റർ 5ലേക്ക് വരാൻ നേരത്ത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ കൂടുതൽ. എങ്കിലും ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള 3 ടോപ്പിക്കാണ് ഹീറ്റിംഗ് എഫക്റ്റ്, ജൂൾസ് ലോ, കാർബൺ ഫുട് പ്രിന്റ്സ്. അപ്പോൾ മിസ് ഇപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ കാണാണ്ട് പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്കുകളാണ്. ഇതല്ലാണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്ക് വേറൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഇനി 6ാമത്തെ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ളത് മ്യൂച്വൽ ഇൻഡക്ഷൻ, അതേപോലെ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഇൻഡ്യൂസ്ഡ് കറന്റ് ഉള്ള ടോപ്പിക്കാണ്. ഓക്കെ അല്ലേ? 6ാമത്തെ ചാപ്റ്റർ ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ്. ആൻഡ് 5ാമത്തെ ചാപ്റ്റർ ഏതാണ്? ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ. അപ്പൊ ഈ ഒരു 3, 4, 5, 6 നമുക്കുണ്ട്. 6ാമത്തെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് അപ് ടു ജനറേറ്റർ വരെയാണെന്നാണ് ഇതുവരെ കിട്ടിയ റിപ്പോർട്ട്. ഓക്കെ അല്ലേ? ഒഫീഷ്യലായിട്ട് ഇത്ര വരെ ഉള്ളൂ എന്ന് ഇവരാരും ഒന്നുമേ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കിപ്പോ ക്രിസ്മസിന്റെ ആ ഒരു പോർഷൻ സ്കീം ഓഫ് വർക്ക് പ്രകാരം ജനറേറ്റർ വരെയാണ്. നിങ്ങൾക്ക് എവിടെ വരെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അതുവരെ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേടാ?